അവൻ വന്നിരുന്ന് കാല് പിടിച്ച് കരഞ്ഞു പറഞ്ഞു എന്നറിഞ്ഞപ്പോ എന്റെ മനസ്സ് നൊന്തു. അല്ലെങ്കിൽ തന്നെ ഞാൻ ഐസ് പോലെ അലിയുന്ന ആളാ അല്ലേ? കൊച്ചാട്ടൻ പറയും പോലെ അവൻ കാല് പിടിച്ചു കരഞ്ഞു എന്ന് പറയുന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല. അല്ലല്ല, എന്റെ നാത്തൂനെ ഞാൻ അതിശയിച്ചു പോയി. നളിനി പറയുന്നതേ ഇപ്പൊ എപ്പോഴും ഫോൺ വിളിയാന്ന. അതും ഞാൻ വിശ്വസിക്കില്ല. എന്നാ ഇപ്പൊ പറയുന്നു വിശ്വസിക്കുവോ? നോക്ക്, ഇതിൽ 50 ലക്ഷം രൂപയുണ്ട്. അവൻ കുറച്ചുകൂടി കൂടുതൽ ചോദിച്ചു തോന്നുന്നു. കൊടുക്കാം, ബാക്കിയും കൊടുക്കാം. കൊച്ചാട്ടൻ ഇത് ഇങ്ങനെയൊക്കെ പറയണത്? സാജന്റെ കല്യാണ കാര്യത്തില് 1 പൈസ പോലും ഇവിടെ ആരും മേടിക്കില്ല. കുഞ്ഞുനാളിൽ നിന്നിട്ട് തലക്കിട്ട് തരണ പോലെ ഒരു തട്ടങ്ങിട്ട് തരും ഞാൻ. ഇനി അമ്മാവനും അനന്തരവനും തമ്മില് എന്ത് വേണേലും ആയിക്കോ. മോനെ, നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ അമ്മാവനുണ്ടാ, നീ സങ്കടപ്പെടണ്ടാ. നിനക്ക് വേണ്ടി 50 ലക്ഷം അമ്മാവൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ കൊണ്ടുപോടാ, നിന്റെ പ്രശ്നങ്ങൾ തീർക്കടാ. ഒരു മിനിറ്റ്, അതങ്ങ് വാങ്ങിക്കടാ, ബാക്കി കൂടി ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ അവളെ ആര് കിട്ടും? നീ കിട്ടൂ? ഇവള് സമ്മതിക്കുവാണെങ്കിൽ അവളെ കൂടി ഞാൻ കെട്ടാം. ഏതായാലും ജീവിതം കട്ടപ്പുറത്താ, എന്നാ പിന്നെ ബഹുഭാരനായിട്ട് അങ്ങ് പോവാലോ. മതിയടാ, ഈ കല്യാണ പ്രശ്നം സോൾവ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമാവും. ഞാനിപ്പോ വരാം. അമ്മാവനൊന്നു വന്നേ. എന്താ? ഞാൻ പറഞ്ഞത് തന്നെയാ എന്റെ മോനും പറയാൻ പോകുന്നത്. ഞങ്ങളെ നാത്തൂന് തരാൻ ആൾക്കാരല്ല, കുടുംബക്കാരാ. 25 കൊല്ലം കൊണ്ട് ആങ്ങളെ എനിക്കറിയാം. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയൂ. നിനക്ക് എത്ര തന്തണ്ടാ നായെ? മാന്യന്മാരെ വീട്ടിൽ വിളിച്ചു വരുത്തി അവമാനിക്കാടാ തെണ്ടി. അവന് ഭ്രാന്ത. എവിടെയെങ്കിലും കൊണ്ട് ഈ ചങ്ങലക്കിട്. എന്റെ വീട്ടിൽ വന്ന് ഭാര്യയോടും മോളോടും കാലു പിടിച്ച് കെഞ്ചി പറഞ്ഞത് ഏതോ തെറ്റിദ്ധാരണയുടെ പുറത്താണത്രേ. അവനെന്റെ പണവും വേണ്ട, കല്യാണവും വേണ്ട അത്രേ. വേണ്ട വേണ്ട, ഇറങ്ങടി. നമുക്ക് ഈ ചെറ്റളായിട്ടുള്ള ഒരു ബന്ധവും വേണ്ട. പോ. പാടി. ഇനി വീട്ടിൽ ഞാൻ കാലുത്തില്ല. എന്റെ മകന് സ്ത്രീധനം കൊടുക്കണമെന്ന് പണമല്ലോ അത്. താഴെ വെക്കണോ? വിശാലം, പെട്ടിയെടുത്ത് അകത്ത് കൊണ്ടുപോയിക്കേ. ആ പണം നമുക്ക് വേണോ? വേണം, ഞാനാ തീരുമാനിക്കുന്നത്. അത് നീ തന്നെ എടുക്കാൻ വേണം. മാറു നാത്തൂനെ. എടി പൊട്ടി വിശാലാക്ഷി, ഇത് നിന്റെ പണമാ, നിനക്ക് അവകാശപ്പെട്ട പണം. എല്ലാരും കേട്ടോളൂ. ഈ കൊച്ചു പൊന്ന ഗോവിന്ദന്റെ ഞാനൊന്നും പറയുന്നില്ല. വിശാലത്തിന്റെ അമ്മയുടെ വക കേസ് കിടന്നൊരു പറമ്പുണ്ട്. ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയായിട്ട് കളിച്ച് കേസിന്റെ റൂട്ട് മാറ്റി അതിനെ സ്വന്തം പേരിലാക്കി കിട്ടിയ കാശ് മുഴുവൻ വിഴുങ്ങി. പണ്ട് കൃഷ്ണൻ അവല് വിഴുകിയ പോലെ. ഇതിനകത്ത് 25 ആണെങ്കിൽ ബാക്കി 75, ഇതിനകത്ത് 50 ആണെങ്കിൽ ബാക്കി 50. ഞാൻ ആളെ അയക്കും, കൊടുത്തയച്ചോണം. മക്കളെ, എന്റെ പുറകെ പോലീസ് ഉണ്ടോ? അച്ഛൻ പോവാ. അന്നത്തെ കാറിന്റെ അതേ മോഡൽ അല്ലേ? അതും 72 മോഡലായിരുന്നു. മോഡലൊക്കെ തന്നെ, പക്ഷെ കളർ വേറെയല്ലേ? കളർ മാറ്റാൻ എവറസ്റ്റ് കീഴടക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പെയിന്റും ബ്രഷും ഉണ്ടെങ്കിൽ ഒറ്റ രാത്രി കൊണ്ട് മാറ്റാം. അത് ഇവിടെ തനിക്കൊക്കെ നൈറ്റ് ഡ്യൂട്ടിക്ക് വരാതിരുന്നൂടെ? വെറുതെ മനുഷ്യനെ പേടിപ്പിക്കാൻ. സാറേ, നമുക്ക് ഈ ജോക്കർ വണ്ടി മുഴുവനായിട്ടൊന്ന് പരിശോധിച്ചാലോ? ഇവിടെ കുറെ നാളായിട്ട് പൂട്ടി കിടക്കുന്ന വണ്ടിയാ. ഇനി പരിശോധിച്ച് അടങ്ങുമെന്നുണ്ടെങ്കിൽ സാറ് പോയി പരിശോധിച്ചോ, ഞാനിവിടെ നിന്നോളാം. മണ്ടത്തരവായിപ്പോയല്ലേ? പിന്നല്ലാതെ. അയ്യോ സാറേ, പ്രേതം ഓടിക്കോ! ഇനിയിപ്പോ എന്ത് ചെയ്യും? പറഞ്ഞത് കേട്ടില്ലേ? ഓടിക്കോളാൻ. എന്നാ വിട്ടോ. ഓടിച്ചിട്ട് പിടിക്കണോ അവരെ? BP, ഷുഗർ, കൊളസ്ട്രോൾ, ഇത് 3ന്റെ അവകാശിയാണ്. എനിക്ക് പൈൽസും. എന്നാ സാർ ഒട്ടും ഓടണ്ട, എനിക്കത് താങ്ങാൻ വയ്യ, അതുകൊണ്ടാ. നീ വന്നേ. എന്തോ പറയാനാ? സാറെന്തിനാ അന്നെ പുറത്തിട്ട് അടിക്കണോ? വേണ്ട, അത് പാടില്ല. താൻ പറഞ്ഞൊന്ന് അനുസരിച്ചിരുന്നെങ്കിൽ എന്റെ പ്രൊമോഷൻ പോയി. ഇല്ല സാറേ, സാറിന് പ്രൊമോഷൻ പോകത്തില്ല. സാറിന് പ്രൊമോഷൻ കിട്ടും. ആണോ? ഡീ പ്രൊമോഷൻ. കുറച്ചുകൂടെ ആഞ്ഞ് ശ്രമിച്ചാൽ ഡിസ്മിസൽ.
ആ 50 കൂടെ 25 ചേർത്താൻ കൊടുക്കാലോ. 25 കൊടുക്കാൻ പറ്റൂ, 50 എടുക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു തീരുമാനം എടുക്ക്. ഒരു 50 വെച്ചോണ്ട് വെറുതെ. ഞാൻ എന്തായാലും എന്റെ ഡാഡിയോട് പറഞ്ഞ് എന്റെ ഷെയർ വാങ്ങി കുറച്ചെങ്കിലും ജാനകിക്ക് കൊടുക്കാൻ പോവാ. അപ്പൊ നിന്നെ കിട്ടുന്ന ഡവർ കൊടുക്കണ്ടേ? എന്നെ കേട്ടാ നിനക്ക് ഡൗറി വേണോ? വേണോടാ? അല്ല, എങ്കിൽ കേട്ട് ഇപ്പൊ ഇവിടെ വെച്ച് നിൽക്കും. ആ, ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നെങ്കിൽ നിന്റെ കെട്ട് മാത്രല്ല എല്ലാ കെട്ടും നിൽക്കും. നമ്മളുമായിട്ട് ഡീലുള്ള എല്ലാരെയും ഞാൻ വിളിച്ചു. ആ ജോസ് പറഞ്ഞത് 3 മാസത്തെ സമയാ. 25 വരെ ഞാൻ ചോദിച്ചു. ഒരു എളുപ്പ വഴിയുണ്ട്. ത്രിമൂർത്തികൾക്ക് പോയി മത്സരിച്ച് അഴിയണം. ജയിലിൽ ഈ ടീം ഒന്നായിരിക്കണം. അക്കാര്യം ഡാഡി ഇത് തുടങ്ങുമ്പോഴേ പറഞ്ഞതാ. 3 prisoners. ജാനകി, ഹായ്. നിങ്ങൾ ഈ രഹസ്യമായിട്ട് ആലോചിക്കുന്ന കാര്യം എന്താന്ന് എനിക്കറിയാം. അല്ല, ആരെയും ബുദ്ധിമുട്ടിക്കുന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പിന്നെ പണത്തിന്റെ കണക്ക് പറയുന്നത് അല്പം പതുക്കെ ആയാൽ കൊള്ളാം. നിങ്ങളുടെ തർക്കം കേൾക്കാൻ വെളിയിൽ ക്യൂ നിൽക്കുക. അല്ലെങ്കിൽ തന്നെ കാശ് മുഴുവൻ എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാന്നാ പറയുന്നത്. നാട്ടുകാർ പറയുന്നതാ കേട്ടോ. എനിക്കിനി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഞാൻ സത്യം സാജ, അതാ ഞാനും പറയുന്നേ. നിന്റെ വീട്ടിൽ ചെന്ന് രൂപ എടുത്ത് അവളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് പറയാം. ആ പൈസ എടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. അത് നിന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട തന്നെയല്ലേ? ശരി, നിങ്ങൾ നിൽക്ക്, ഞാൻ പോയി എടുത്തോണ്ട് വരാം. അമ്മേ, അമ്മേ, അമ്മയ്ക്ക് ഇതെന്തു പറ്റി? അച്ഛനെ പോലീസ് പിടിച്ചോ? എങ്കിൽ വേണ്ടിയില്ലായിരുന്നല്ലോ. അങ്ങനെയെങ്കിലും ഒരു സമാധാനം ഉണ്ടായേനെ. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സവിതേച്ചിയും ഭർത്താവും വന്നിരുന്നു. നിങ്ങളുടെ ഉയർച്ച കണ്ടപ്പോ ഞാനും പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള വഴി ഒഴിപ്പി. ഇപ്പൊ കൈ കാശൊന്നുമില്ല. ഇനി മുടക്കിയ പണം തിരിച്ചു വരണം, അല്ലെങ്കിൽ എവിടെന്നെങ്കിലും കാക്കണം. അപ്പൊ പോയി, ആകാശം പോയി. അവര് വന്നപ്പോ അമ്മയ്ക്ക് ഒന്ന് ഫോൺ ചെയ്തുകൂടായിരുന്നോ? നമ്മൾ ഇനി എന്ത് ചെയ്യും? പൈസ പോയത് നേരാ, പക്ഷെ അത് കൊണ്ടുപോയത് സവിതയൊന്നും അല്ല. 1 മണിക്കൂർ മുമ്പ് വന്നിരുന്നെങ്കിൽ നല്ലൊരു കളരിപ്പയറ്റ് ഇവിടെ കാണാമായിരുന്നു. എന്നോടാ കളി. 25 വർഷം രാവും പകലും ഇല്ലാതെ ഉറപ്പൊഴിച്ച് കടം വാങ്ങിയും പലിശ കൊടുത്തും കേസ് നടത്തുണ്ടാക്കിയ പണം ഇതങ്ങനെ ആർക്കും വിട്ടുകൊടുക്കില്ലടാ. 25 വർഷം നിന്റെ പെങ്ങളെ സഹിച്ച് എനിക്ക് കിട്ടേണ്ട പണം ഇത്. ഇതല്ല മുഴുവൻ കിട്ടണം. അയ്യോ, എന്നിട്ട് അച്ഛൻ എവിടെ പോയി? അവിടെയും കണ്ടൊരു പോലീസ് വണ്ടിയുടെ ഹോൺ കെട്ടെന്നും പറഞ്ഞ് ഇടികൊണ്ട് വയ്യെങ്കിലും എടുത്തിയാടി ഓടി. സവിതയെ ഞാൻ വഴക്കൊന്നും പറഞ്ഞില്ല. കൊച്ചെന്റെ കാലി വീണ് കുറെ കരഞ്ഞു, മാപ്പെന്നൊക്കെ പറഞ്ഞു. 3-4 മാസം ഒരു ചെക്കൻ്റെ കൂടെ കഴിഞ്ഞ പെണ്ണിനോട് അവനെ കളഞ്ഞിട്ട് വാടിയെന്ന് പറയണത് ശരിയാണോ? ഇനി എന്ത് ചെയ്യും? ജാനകിയോടെ എല്ലാം പറയാം. എനിക്ക് വയ്യ, നിങ്ങൾ പറഞ്ഞോളൂ.